അവസാനം ഒരു മുൻ കോൺഗ്രസ് നേതാവ് ആം ആദ്മി പാർട്ടി എന്ന രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ രണ്ടായി പിളർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി പിളർന്ന് ഒരു പുതിയ പാർട്ടി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പിറവിയെടുത്തിരുന്നു. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്നാണ് മുകേഷ് ഗോയൽ എന്ന മുൻ ആം ആദ്മി പാർട്ടിയുടെ സഭാ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള 15 അംഗ ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ രൂപീകരിച്ച പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ പിളർത്താൻ മുന്നിൽ നിന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്, അതായത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വിട്ട് ആം ആദ്മി പാർട്ടിയിലെത്തി. പിന്നീട് ആം ആദ്മി പാർട്ടിയിൽ പടിപടിയായി ഉയർന്ന് ആം ആദ്മി പാർട്ടിയുടെ സഭാകക്ഷി നേതാവ് ഉൾപ്പെടെയായ മുകേഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ പിളർത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ ഒരു മുൻ കോൺഗ്രസ് നേതാവ് ഇത് ആം ആദ്മി പാർട്ടിയെ രണ്ടായി പിളർത്തിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വലിയ തോതിൽ ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ BJPയിൽ ചേരുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദ്യം 13 കൗൺസിലർമാർ മുകേഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും തുടർന്ന് 2 കൗൺസിലർമാർ കൂടി ഇവരുടെ ഒപ്പം ചേരുകയും ചെയ്തതോടെ 15 ആം ആദ്മി പാർട്ടി കൗൺസിലർമാരാണ് ആം ആദ്മി പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക്, ഈ പിളർപ്പിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസിന്റെ വഞ്ചന തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടെ വിജയം സ്വന്തമാക്കിയ കോൺഗ്രസ് ഇക്കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് കോൺഗ്രസിന്റെ ഈ വോട്ട് ഭിന്നിപ്പ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹി മണ്ഡലത്തിലെ പരാജയത്തിന് കാരണം കോൺഗ്രസ് നേതാവായ സന്ദീപ് ദീക്ഷിതിന്റെ മത്സരം തന്നെയായിരുന്നു. കാരണം കെജ്രിവാൾ പരാജയപ്പെടുന്നത് വെറും 4199 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതേസമയം BJPയെ വിജയിപ്പിച്ച ആ കോൺഗ്രസ് വോട്ടുകൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 4568 ആണ്. സമാനമാണ് ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് സൗരവ് ഭരദ്വാജ് മത്സരിച്ചപ്പോഴും അവിടെ കോൺഗ്രസ് പിടിച്ചത് 6711 വോട്ട്, BJPയുടെ ഭൂരിപക്ഷം 3188. അതേ അവസ്ഥ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായ മനീഷ് സിസോദിയ ജഗൻപുരയിൽ മത്സരിച്ചപ്പോഴും സംഭവിച്ചത്. അവിടെ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് BJP വിജയിക്കുന്നത്, വെറും 675 വോട്ടിന്. എന്നാൽ അവിടെ കോൺഗ്രസ് പിടിച്ചതാകട്ടെ 7350 വോട്ടും. അതായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലാണ് ഇത്തവണ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഡൽഹിയിൽ നേരിട്ടിരുന്നതെങ്കിൽ ഒരുപക്ഷെ BJP കനത്ത പരാജയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിനേക്കാൾ വലിയ പരാജയം നേരിടേണ്ടി വന്നേനെ എന്നതാണ് യാഥാർത്ഥ്യം. കാരണം BJPയുടെ വോട്ട് വിഹിതം, വോട്ട് ഷെയർ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത വോട്ട് വിഹിതത്തിനേക്കാൾ കുറവായിരുന്നു. എന്തായാലും ആം ആദ്മി പാർട്ടിയെ പിളർത്തുന്നതിലേക്ക് പോലും കാര്യങ്ങൾ നയിച്ചത് കോൺഗ്രസിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വഞ്ചന തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ പിളർത്തിയ ക്രെഡിറ്റും ഒരു മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ മുകേഷ് ഗോയലിനാണ് എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു.